അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി വാഷിംഗ്ടൺ ഡിസിയിൽ വമ്പൻ റാലി നടത്തി ഡൊണാൾഡ് ട്രംപ്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി നടന്ന വിജയ റാലിയിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. താൻ പ്രസിഡന്റായി അധികാരത്തിലെത്തുന്നതോടെ അമേരിക്ക നേരിടുന്ന ഓരോ പ്രതിസന്ധിക്കും ഇന്നുവരെ ഇല്ലാത്ത വേഗത്തിലും ശക്തിയിലും പരിഹാരമുണ്ടാകുമെന്നും റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞു. രണ്ടാമതും പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്നതിന് പിന്നാലെ തിങ്കളാഴ്ച 200-ലധികം എക്സിക്യൂട്ടീവ് നടപടികളിൽ ഒപ്പിടുവാൻ ട്രംപ് തയ്യാറെടുക്കുകയാണ്. അമേരിക്കൻ ജനത നമുക്ക് അവരുടെ വിശ്വാസം നൽകി. അതിനു പകരമായി നമ്മൾ അവർക്ക് ഏറ്റവും മികച്ച ആദ്യ ദിനവും ഏറ്റവും വലിയ ആദ്യ ആഴ്ചയും അമേരിക്കൻ ചരിത്രത്തിലെ ഏതൊരു പ്രസിഡന്റിന്റെയും ഏറ്റവും അസാധാരണമായ ആദ്യ 100 ദിവസങ്ങളും നൽകാൻ പോവുകയാണ്, ട്രംപ് പറഞ്ഞു. അതിർത്തി സുരക്ഷ, കൂട്ടനാടുകടത്തൽ, സർക്കാരിന്റെ വൈവിധ്യ സംരംഭങ്ങൾ പിൻവലിക്കൽ, 2021 ജനുവരി 6 US ക്യാപിറ്റൽ ആക്രമണ പ്രതികൾക്ക് മാപ്പ് നൽകൽ, എണ്ണവാതക ഉൽപാദനം വർദ്ധിപ്പിക്കൽ, ആയിരക്കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും ഡൊണാൾഡ് ട്രംപ് ആദ്യ ദിനങ്ങളിൽ തീരുമാനമെടുക്കുക. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ വിഡ്ഢിത്തപരമായ എല്ലാ എക്സിക്യൂട്ടീവ് ഉത്തരവുകളും റദ്ദാക്കുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. തന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ ട്രംപിന് വ്യക്തമായ അധികാരം അമേരിക്കൻ ജനത നൽകിയിട്ടുണ്ടെന്ന് ട്രംപ് റാലിയിൽ പങ്കെടുത്ത മറ്റ് നേതാക്കളും അഭിപ്രായപ്പെട്ടു. ബൈഡൻ ഭരണകൂടത്തെ രൂക്ഷമായി വിമർശിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പേര് കൂടുതലായി പരാമർശിക്കുന്നത് ട്രംപ് ഒഴിവാക്കി. ഇത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണ്. 75 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഐതിഹാസികമായ രാഷ്ട്രീയ വിജയം ഞങ്ങൾ നേടി. ഇന്നു മുതൽ ഞാൻ ചരിത്രപരമായ ശക്തിയോടെ പ്രവർത്തിക്കുകയും നമ്മുടെ രാജ്യം നേരിടുന്ന ഓരോ പ്രതിസന്ധിയും പരിഹരിക്കുകയും ചെയ്യും, നിയുക്ത പ്രസിഡന്റ് പറഞ്ഞു. ഞാൻ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കും. മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യവും ഞാൻ അവസാനിപ്പിക്കും. ഒരു 3ാം ലോക മഹായുദ്ധം സംഭവിക്കുന്നത് തടയും. നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് വളരെയധികം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അതിർത്തിയിലെ അധിനിവേശം എത്രയും വേഗം തടയാനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രമുഖ വ്യവസായി ഇലോൺ മസ്കും ട്രംപിനൊപ്പം വേദി പങ്കിട്ടത് ശ്രദ്ധേയമായി. ഞങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നു. ഈ വിജയം യഥാർത്ഥത്തിൽ ഒരു തുടക്കമാണ്. എന്നേക്കുമായി അമേരിക്കൻ ശക്തമാകാൻ അടിത്തറ പാകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം, ട്രംപിന്റെ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ എന്ന പദവിയിലേക്ക് എത്തുന്ന മസ്കും പറഞ്ഞു.